ശിവപുരാണം വിദ്യേശ്വര സംഹിത അദ്ധ്യായം 17 ഓം എന്ന അക്ഷരത്തിന്റെയും പഞ്ചാക്ഷര മന്ത്രത്തിന്റെയും മഹത്വവൽക്കരണം. ഋഷിമാർ പറഞ്ഞു, ഹേ ഭഗവാൻ, ഓം എന്ന അക്ഷരത്തിന്റെയും 6 ലിംഗങ്ങളുടെയും മഹത്വം എത്രയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരൂ. ഹേ മഹാമുനി, ശിവഭക്തരുടെ ആരാധനയും ക്രമത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരൂ. സൂത പറഞ്ഞു, ഋഷിമാരെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു നല്ല കാര്യത്തിനായി അപേക്ഷിച്ചിരിക്കുന്നു. ശിവന് മാത്രമേ ഇത് ശരിയായി വിശദീകരിക്കാൻ കഴിയൂ, മറ്റാരുമില്ല. എങ്കിലും ശിവന്റെ കൃപയോടെ ഞാൻ അത് വിശദീകരിക്കാം. ശിവൻ നമ്മെയും നിങ്ങളെയും മറ്റുള്ളവരെയും കൂടുതൽ സംരക്ഷിക്കട്ടെ. ഓം എന്ന അക്ഷരത്തിന്റെ അർത്ഥം ലൗകിക അസ്തിത്വത്തിന്റെ സമുദ്രം കടക്കുന്നതിനുള്ള ഒരു മികച്ച തോണി എന്നാണ്. പ്രാസമം പ്രകൃതിയുടെ, അതായത് അതിൽ നിന്നാണ് ലോകം ഉടലെടുത്തത്. നവാം വരം ഒരു മികച്ച തോണി, അല്ലെങ്കിൽ പ്രണവം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ലോകമില്ല എന്നോ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് എന്നോ അർത്ഥമാക്കാം. അല്ലെങ്കിൽ പുതിയ അറിവിലേക്ക് നയിക്കുന്നത് എന്നും അർത്ഥമാക്കാം. എല്ലാ പ്രവൃത്തികളെയും ഉന്മൂലനം ചെയ്ത ശേഷം മന്ത്രമോ ആരാധനയോ ആവർത്തിക്കുന്ന വ്യക്തികൾക്ക് അത് ശുദ്ധമായ ആത്മാവിനെക്കുറിച്ചുള്ള പുതിയ അറിവ് നൽകുന്നു. ഈ പ്രണവം ഇരട്ടിയാണ്. 1 സൂക്ഷ്മം, 2 സ്ഥൗലം. സൂക്ഷ്മമായത് ഒറ്റ അക്ഷരമുള്ളതാണ്. അവിടെ ഘടക 5 അക്ഷരങ്ങൾ വ്യക്തമായി വേർതിരിച്ചിട്ടില്ല. സ്ഥൗലമായത് 5 അക്ഷരങ്ങളുള്ളതാണ്. അവിടെ എല്ലാ ഘടക അക്ഷരങ്ങളും പ്രകടമാണ്. സൂക്ഷ്മമായത് മുക്തനായ ജീവാത്മാവിനുള്ളതാണ്, ജീവൻ മുക്ത. മന്ത്രത്തിലൂടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകത ഭൗതിക ശരീരത്തിന്റെ നാശം വരെ മാത്രമാണ്. ശരീരം നശിക്കുമ്പോൾ അവൻ പൂർണ്ണമായും ശിവനിൽ ലയിക്കുന്നു, സംശയമില്ല. മന്ത്രം ജപിക്കുന്നയാൾക്ക് ശിവനുമായി യോഗ സംസർഗം തീർച്ചയായും ലഭിക്കും. 36 കോടി തവണ മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും യോഗസംസർഗം ലഭിക്കും. സൂക്ഷ്മമായ പ്രണവം വീണ്ടും 2 മടങ്ങാണ്, ഹ്രസ്വവും ദീർഘവും. യോഗികളുടെ ഹൃദയത്തിൽ മാത്രമേ ദീർഘമായത് ഉള്ളൂ. ആ എന്ന അക്ഷരം, ഉ എന്ന അക്ഷരം, മ എന്ന അക്ഷരം, ബിന്ദു, നാദം എന്നിങ്ങനെ വെവ്വേറെ. സമയശബ്ദത്തിന്റെ എല്ലാ അക്കങ്ങളും ഇതിനുണ്ട്. ശിവ, ശക്തി, അവയുടെ സംയോജനം എന്നിവ 3ആയി വിഭജിക്കപ്പെട്ട മ എന്ന അക്ഷരത്താൽ സൂചിപ്പിക്കപ്പെടുന്നു. ഇതിനെ ഹ്രസ്വ സൂക്ഷ്മ പ്രണവം എന്ന് വിളിക്കുന്നു. എല്ലാ പാപങ്ങളും ഇല്ലാതാകാൻ ആഗ്രഹിക്കുന്നവർ ഹ്രസ്വമായ പ്രണവം ജപിക്കുകയും ആവർത്തിക്കുകയും വേണം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ 5 മൂലകങ്ങളും അവയുടെ 5 സൂക്ഷ്മ കാരണങ്ങളായ ശബ്ദം, സ്പർശം, രൂപം, രുചി, ഗന്ധം എന്നിവ ഒരുമിച്ച് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് സജീവമാക്കുന്നതിനെ പ്രവൃത്തങ്ങൾ എന്ന് വിളിക്കുന്നു. ലൗകിക നിലനിൽപ്പിന്റെ തുടർച്ച ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഹ്രസ്വമായ സൂക്ഷ്മമായ പ്രണവവും അതിനോട് വിമുഖയുള്ളവർക്കുള്ളതാണ്. 1 വ്യാഹൃതികളുടെ, 2 ആരംഭത്തിലും വേദങ്ങളുടെ ആരംഭത്തിലും പ്രഭാതത്തിലും സന്ധ്യയിലും ബിന്ദു, നാദം എന്നിവയോടൊപ്പം പ്രാർത്ഥനയിലും പ്രണവം ഉപയോഗിക്കണം. ഭക്തൻ അത് 9 കോടി തവണ ആവർത്തിച്ചാൽ അയാൾ ശുദ്ധനാകും. 9 കോടി തവണ വീണ്ടും ആവർത്തിക്കുന്നത് ഭൂമിയെ കീഴടക്കാൻ അവനെ പ്രാപ്തനാക്കുന്നു. 9 കോടി തവണ വീണ്ടും ആവർത്തിക്കുന്നത് ജലത്തെ കീഴടക്കാൻ അവനെ പ്രാപ്തനാക്കുന്നു. അതുപോലെ 9 കോടി തവണ ആവർത്തിക്കുന്നതിലൂടെ അയാൾക്ക് അഗ്നി, കാറ്റ്, ആകാശം എന്നിവയുടെ തത്വങ്ങളെ കീഴടക്കാൻ കഴിയും. ഗന്ധം മുതലായവയുടെ ഗുണങ്ങൾ ഇതുപോലെ 9 കോടി തവണ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ട് കീഴടക്കണം. അഹങ്കാരത്തെ വീണ്ടും 9 കോടി തവണ ആവർത്തിച്ചുകൊണ്ട് കീഴടക്കണം. ദിവസവും 1000 തവണ ഇത് ജപിക്കുന്നതിലൂടെ ഭക്തൻ നിത്യശുദ്ധനാകുന്നു. ഹേ ബ്രാഹ്മണരെ, അതിനുശേഷം മന്ത്രത്തിന്റെ ആവർത്തനം ആഗ്രഹസാക്ഷാത്കാരത്തിന് സഹായകമാണ്. ഇങ്ങനെ 108 കോടി പ്രണവജപങ്ങൾ ഓം പൂർത്തിയാക്കുകയും അങ്ങനെ പൂർണ്ണമായി ജ്ഞാനം നേടുകയും ചെയ്യുന്ന ഭക്തൻ ശുദ്ധയോഗത്തിൽ പ്രാവീണ്യം നേടും. ഇങ്ങനെ ശുദ്ധയോഗത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾ തീർച്ചയായും മുക്തനായ ഒരു ജീവാത്മാവായി മാറുന്നു. പ്രണവരൂപത്തിൽ ശിവനെ നിരന്തരം ജപിക്കുകയും ധ്യാനിക്കുകയും നിഗൂഢമായ മയക്കം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു മഹായോഗി തീർച്ചയായും ശിവൻ തന്നെയായി മാറുന്നു. ആംഗന്യാസം നിർദ്ദേശിച്ച പ്രകാരം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിരൽ വയ്ക്കൽ കൃത്യമായി നിർവഹിച്ചതിനുശേഷം അദ്ദേഹം ജപങ്ങൾ അനുഷ്ഠിക്കുകയും ബന്ധപ്പെട്ട ഋഷിമാരെയും അധ്യക്ഷത വഹിക്കുന്ന ദേവതകളെയും ശ്ലോകം രചിച്ചിരിക്കുന്ന ചതുരത്തിന്റെ നാമത്തെയും വിളിക്കുകയും വേണം. ശരീരഭാഗങ്ങളിൽ വിരലുകൾ വെച്ച് പ്രണവജപം ഓം അനുഷ്ഠിക്കുന്ന ഭക്തൻ ഒരു ഋഷിയായി മാറുന്നു. ആചാരപരമായ ന്യാസത്തിന്റെ എല്ലാ ഗുണങ്ങളും അയാൾക്ക് ലഭിക്കും. ഉദാഹരണത്തിന് 10 മാതാക്കളുടെ അനുഗ്രഹം, 6 വഴികൾ നേടൽ എന്നിവ. കർമ്മങ്ങളിൽ സമർപ്പിതരും കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും അവയിൽ മുഴുകുന്നവരും സ്ഥൗല പ്രണവത്തെ ശുപാർശ ചെയ്യുന്നു. ശിവയോഗികൾ ആചാരങ്ങൾ, തപസ്, ജപങ്ങൾ എന്നിവയിൽ സമർപ്പിതരാണ്. പുണ്യകർമ്മങ്ങളിലും ആരാധനകളിലും ഏർപ്പെടുന്നവനാണ് ക്രിയായോഗി. ശരീരത്തിന്റെ അവയവങ്ങൾ ഉപയോഗിച്ച് നമഃ, പ്രണാമം തുടങ്ങിയ വാക്കുകൾ ഉച്ചരിക്കുന്നവനാണ് ക്രിയായോഗി. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഒഴിവാക്കുകയും എല്ലാ ബാഹ്യ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും പരിമിതമായ അളവിൽ ഭക്ഷണം കഴിക്കുകയും ആരാധനകൾ നടത്തുകയും ചെയ്യുന്നവനാണ് തപയോഗി. ജപയോഗി എന്നാൽ ശാന്തനും എപ്പോഴും ജപം അനുഷ്ഠിക്കുന്നവനും എല്ലാത്തരം ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനും മുമ്പ് പറഞ്ഞ എല്ലാ അനുഷ്ഠാനങ്ങളും പാലിക്കുന്നവനുമാണ്.
ശുദ്ധനായ ഒരു മനുഷ്യന് 16 സേവനങ്ങളും ആദരവുകളും ഉൾപ്പെടുന്ന ശിവയോഗിനികളുടെ ആരാധനയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ ഫലമായി സാലോക്യത്തിൽ തുടങ്ങി പടിപടിയായി മാത്രമേ മോക്ഷം ലഭിക്കൂ. ഹേ ബ്രാഹ്മണരെ, ഇനി ഞാൻ ജപയോഗത്തെ വിശദീകരിക്കാം, ദയവായി കേൾക്കൂ. തപസ്സു ചെയ്യുന്ന വ്യക്തി പോലും സ്വയം ശുദ്ധീകരിക്കാൻ ജപങ്ങൾ അനുഷ്ഠിക്കണം. ഹേ ബ്രാഹ്മണരെ, ശിവന്റെ പഞ്ചാക്ഷര മന്ത്രം സ്ഥൗല പ്രണവമാണ്. ശിവ എന്ന നാമം നമഃ എന്ന പൂർവപദം ചേർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമഃ ശിവായ, ശിവനമസ്കാരം, ഇത് 5 തത്വങ്ങളെ സൂചിപ്പിക്കുന്നു. പഞ്ചാക്ഷര മന്ത്രജപം എപ്പോഴും പ്രണവജപത്തോടൊപ്പം നടത്തണം. പഞ്ചാക്ഷര മന്ത്രജപത്തിലൂടെ ഒരു മനുഷ്യന് എല്ലാം നേടാൻ കഴിയും. ഹേ ബ്രാഹ്മണരെ, ഭക്തൻ തന്റെ ഗുരുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നന്നായി വൃത്തിയാക്കിയ നിലത്ത് സുഖമായി ഇരുന്നു ജപം ആരംഭിക്കണം. ഈ പരിശീലനം ശോഭയുള്ള പകുതിയിലെ ചതുർദശി ദിനത്തിൽ ആരംഭിച്ച് ഇരുണ്ട പകുതിയിലെ ചതുർദശി ദിനത്തിൽ അവസാനിക്കണം. മാഘ, ഭദ്രപദ മാസങ്ങൾ എല്ലാ അവസരങ്ങളിലും ഏറ്റവും ശുഭകരമാണ്. ജപദിവസങ്ങളിൽ പകൽ സമയത്ത് ഒരു നേരം മാത്രമേ പരിമിതമായ അളവിൽ ഭക്ഷണം കഴിക്കാവൂ. അവൻ ഉപയോഗശൂന്യമായ സംസാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും വേണം. അവൻ തന്റെ മാതാപിതാക്കൾക്കും രാജാവിനും അല്ലെങ്കിൽ താൻ സേവിക്കുന്ന ഏതൊരു യജമാനനും തടസ്സമില്ലാതെ സേവനം ചെയ്യണം. 1000 തവണ ജപം അനുഷ്ഠിക്കുന്നതിലൂടെ അവൻ കടത്തിൽ നിന്ന് മുക്തനാകും. അല്ലാത്തപക്ഷം താമരപ്പൂവിൽ ഇരിക്കുന്ന ഭഗവാൻ ശിവന്റെ വിവിധ ഭാവങ്ങളെ സ്മരിച്ചുകൊണ്ട് പഞ്ചാക്ഷര മന്ത്രം എല്ലായ്പ്പോഴും 5 ലക്ഷം തവണ ആവർത്തിക്കണം. എല്ലാ ഐശ്വര്യങ്ങളുടെയും ദാനമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കിരീടമായി ചന്ദ്രക്കലയുണ്ട്. തന്റെ ഇളം മുടിയിൽ ഗംഗയ്ക്ക് അഭയം നൽകിയിട്ടുണ്ട്. ഇടതു തുടയിൽ ശക്തിയിരിക്കുന്ന അദ്ദേഹം ചുറ്റും പരിചാരകരുടെ വലിയ സംഘത്തോടൊപ്പം പ്രകാശിക്കുന്നു. അദ്ദേഹം നെറ്റിയിൽ ചന്ദ്രനെ വഹിക്കുന്നു. വരങ്ങൾ നൽകുന്നതും ഭയത്തിൽ നിന്ന് മോചനം നൽകുന്നതുമായ ആംഗ്യങ്ങൾ അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹം ശാശ്വത അനുഗ്രഹത്തിന് കാരണക്കാരനാണ്. അദ്ദേഹം സദാശിവനാണ്. അദ്ദേഹത്തെ ആദ്യം അല്ലെങ്കിൽ ഹൃദയത്തിലോ സൂര്യമണ്ഡലത്തിലോ സ്ഥാപിച്ചിരിക്കുന്നതുപോലെ മാനസികമായി ആരാധിക്കണം. 5 അക്ഷര മന്ത്രത്തിന്റെ ജപം നടത്തുമ്പോൾ അദ്ദേഹം കിഴക്കോട്ട് അഭിമുഖമായി ഇരിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും ശുദ്ധമായിരിക്കും. ഇരുണ്ട പകുതിയിലെ ചതുർദശി ദിനത്തിന്റെ പ്രഭാതത്തിൽ ദൈനംദിന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വൃത്തിയുള്ളതും മനോഹരവുമായ ഒരു സ്ഥലത്ത് ഇരിക്കും. അവൻ തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. അവൻ ഈ രീതിയിൽ പഞ്ചാക്ഷര മന്ത്രം 12000 തവണ ചൊല്ലണം. ആരാധനയ്ക്കായി അദ്ദേഹം 5 മഹാശിവഭക്തരെയും അവരുടെ ഭാര്യമാരെയും ക്ഷണിക്കും. അവരിൽ ഒരാൾ സാംബരൂപം നൽകുന്ന ഒരു മികച്ച ഗുരുവായിരിക്കും. മറ്റൊരാൾ ഈശാനയെ പ്രതിനിധീകരിക്കും. 3-മൻ ശിവന്റെ അഘോരഭാവത്തെ പ്രതിനിധീകരിക്കും. 4-മൻ ശിവന്റെ വാമഭാവത്തെ പ്രതിനിധീകരിക്കും. 5-മൻ ശിവന്റെ സത്യോജാത ഭാവത്തെ പ്രതിനിധീകരിക്കും. ആരാധനയ്ക്കുള്ള എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെക്കുകയും ആരാധന ആരംഭിക്കുകയും വേണം. അത് യഥാവിധി നിർവഹിക്കുമ്പോൾ യാഗം ആരംഭിക്കും. തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചടങ്ങുകളും ഭക്തൻ പിന്തുടരുന്ന വേദസംഹിതയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായിരിക്കണം. ഉപയോഗിക്കുന്ന നെയ്യ് മഞ്ഞ പശുവിന്റെ പാലിൽ നിന്ന് തയ്യാറാക്കിയതായിരിക്കണം. അയാൾ 10, 100 അല്ലെങ്കിൽ 1000 വഴിപാടുകൾ അർപ്പിക്കണം, അല്ലെങ്കിൽ ശിവഭക്തരോട് വഴിപാടുകൾ അർപ്പിക്കാൻ ആവശ്യപ്പെടണം. അങ്ങനെയെങ്കിൽ വഴിപാടുകളുടെ എണ്ണം 108 ആയിരിക്കും. യാഗത്തിന്റെ അവസാനം സമ്മാനങ്ങൾ നൽകണം. ഗുരുവിന് 2 പശുക്കളെ അല്ലെങ്കിൽ ഒരു പശുവിനെയും ഒരു കാളയെയും അധികമായി നൽകണം. 5 ഭക്തരെയും യഥാവിധി പൂജിക്കണം. ഭക്തരുടെ പാദങ്ങൾ കഴുകിയ വെള്ളത്തിൽ ഗൃഹസ്ഥൻ കുളിക്കണം. അതുവഴി 36 കോടി പുണ്യനദികളിലും തടാകങ്ങളിലും കുളിച്ചതിന്റെ ഗുണം അയാൾക്ക് ലഭിക്കും. പാകം ചെയ്ത അരിയും 10 അനുബന്ധ വസ്തുക്കളും അദ്ദേഹം വളരെ ഭക്തിയോടെ ദാനം ചെയ്യണം. ഗുരുവിന്റെ ഭാര്യയെ മഹാദേവിയായി കണക്കാക്കണം. മറ്റു ഭക്തരായ ഈശാനയുടെയും മറ്റുള്ളവരുടെയും ഭാര്യമാരെ യഥാവിധി ആരാധിക്കുകയും ബഹുമാനിക്കുകയും വേണം. ശിവന് സമർപ്പിച്ച മുത്തുകൾ, വസ്ത്രങ്ങൾ എന്നിവ അവർക്ക് സമർപ്പിക്കുകയും വഴിപാടുകൾ യഥാവിധി നൽകിയ ശേഷം പാൽപ്പായസം, പയർവർഗ്ഗങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ സമൃദ്ധമായി നൽകുകയും വേണം. ദേവന്മാരുടെ നാഥനോടുള്ള പ്രാർത്ഥനകളോടെ ജപം അവസാനിക്കുന്നു. പുരശ്ചരണത്തിന് ശേഷം മന്ത്രം ആവർത്തിച്ച് യാഗം നടത്തുമ്പോൾ ഗൃഹസ്ഥന് മന്ത്രത്തിന്റെ ഫലപ്രാപ്തി ലഭിക്കും. അയാൾ മറ്റൊരു 5 ലക്ഷം ജപങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. 5 ലക്ഷം ജപങ്ങളുള്ള ഓരോ ഗണത്തിനും ഗൃഹസ്ഥന് അതലയിൽ തുടങ്ങി സത്യലോകത്തിൽ അവസാനിക്കുന്ന വ്യത്യസ്ത ലോകങ്ങളുടെ സമ്പത്തും സമൃദ്ധിയും ലഭിക്കും. ഗൃഹസ്ഥൻ മധ്യത്തിൽ മരിച്ചാൽ പരലോകങ്ങളിലെ സുഖാനുഭവങ്ങൾ അനുഭവിച്ചതിനുശേഷം അവൻ വീണ്ടും ലോകത്തിൽ ജനിക്കും. തുടർന്ന് അവൻ ജപം തുടരുകയും ബ്രഹ്മത്തോട് അടുക്കുന്നതിന്റെ ഗുണം നേടുകയും ചെയ്യും. 5 ലക്ഷം ജപങ്ങൾ കൂടി ആവർത്തിച്ചാൽ അയാൾക്ക് ബ്രഹ്മത്തിൽ ലയിക്കുന്നതിന്റെ ഗുണം ലഭിക്കും. ആകെ 1 കോടി ജപങ്ങൾ പൂർത്തിയായാൽ അയാൾ ബ്രഹ്മവുമായി സമാനനാകും. അങ്ങനെ കാര്യബ്രഹ്മത്തിൽ ലയിച്ചുചേരുന്നതിലൂടെ അന്തിമലയനം വരെ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും അയാൾക്ക് ലഭിക്കുന്നു. അടുത്ത കൽപ്പത്തിൽ അവൻ ബ്രഹ്മാവിന്റെ പുത്രനായി ജനിക്കും. തപസ്സിനാൽ പ്രകാശിതനായി അവൻ ഒടുവിൽ മോക്ഷം പ്രാപിക്കും. പാതാളത്തിൽ തുടങ്ങി സത്യത്തിൽ അവസാനിക്കുന്ന 14 ലോകങ്ങൾ ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഇവ ബ്രഹ്മാവിന്റെ ലോകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു.
സത്യലോകത്തിനപ്പുറം കൃഷ്മയിൽ അവസാനിക്കുന്ന 14 വിഷ്ണുലോകങ്ങളുണ്ട്. കൃഷ്മലോകത്തിൽ കർമ്മം, വിഷ്ണു വിശിഷ്ട നഗരമായ വൈകുണ്ഠത്തിൽ കർമ്മത്തിന്റെ കൂട്ടത്തിൽ ലക്ഷ്മി സുഖാസ്വാദകരെ സംരക്ഷിക്കുന്നു. അതിനുമപ്പുറം ശുഗിലോഹത്തിൽ അവസാനിക്കുന്ന 28 ലോകങ്ങളുണ്ട്. കൈലാസന്റെ ശുദ്ധമായ ലോകത്തിൽ ജീവജാലങ്ങളുടെ സംഹാരകനായ രുദ്രൻ സ്ഥിതി ചെയ്യുന്നു. അതിനപ്പുറം അഹിംസയിൽ അവസാനിക്കുന്ന 56 ലോകങ്ങളുണ്ട്. എല്ലാം മറച്ചുവെച്ച കർമ്മനാഥൻ അഹിംസ മേഖലയിലെ ജ്ഞാനകൈലാസ നഗരത്തിൽ വസിക്കുന്നു. അതിന്റെ അവസാനം കാലചക്രവും കാലത്തിന്റെ അരികിൽ കാലാതീതം എന്ന ഇടവുമുണ്ട്. അവിടെ ശിവന്റെ പിന്തുണയോടെ ചക്രേശ്വരന്റെ നാമത്തിൽ കാലൻ, മരണത്തിന്റെയും കാലത്തിന്റെയും ദൈവം, എല്ലാവരെയും കാലവുമായി ഒന്നിപ്പിക്കുന്നു. തന്റെ പ്രവർത്തനത്തിൽ അവൻ ഒരു പോത്തിന്റെ രൂപത്തിൽ ധർമ്മം ഉൾക്കൊള്ളുന്നു. അതിന്റെ 4 കാലുകൾ അസത്യം, വൃത്തികേട്, അക്രമം, ക്രൂരത എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. അവൻ ഇഷ്ടമുള്ള ഏത് രൂപവും സ്വീകരിക്കാം. അവൻ ഒരു വലിയ പോത്തിന്റെ രൂപം സ്വീകരിക്കുന്നു. നിരീശ്വരവാദത്തിൽ സമ്പന്നനാണ്. ദുഷ്ടസംസർഗം പുലർത്തുന്നു. വേദങ്ങളിൽ നിന്നില്ലാത്ത ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നു. അവന് കോപവുമായി സജീവമായ ബന്ധമുണ്ട്. അവൻ കറുത്ത നിറമുള്ളവനാണ്. ആ പരിധിവരെ അവനെ മഹാനായ പ്രഭു, മഹേശ്വരൻ എന്ന് വിളിക്കുന്നു. അപ്രത്യക്ഷമാകാനുള്ള കഴിവ് അത്രത്തോളം വരും. അതിനു താഴെയാണ് പ്രവർത്തനഫലമായുള്ള കർമ്മഭോഗ ആസ്വാദനം. ആ ബിന്ദുവിനപ്പുറം ജ്ഞാനഭോഗം, അറിവുമൂലമുള്ള ആനന്ദം. ആ ബിന്ദുവിനു താഴെയാണ് കർമ്മമായയും അതിനപ്പുറം ജ്ഞാനമായയും. കർമ്മമയയുടെ വിശദീകരണം മാ എന്നാൽ ലക്ഷ്മി, അതായത് കർമ്മഭോഗ. അതേ നേട്ടം മായയാണ്. മാ എന്ന പദത്തെ ജ്ഞാനഭോഗമായി വ്യാഖ്യാനിക്കുന്നു. അതേ നേട്ടം മായയാണ്. ആ ബിന്ദുവിനപ്പുറം നിത്യഭോഗം, നിത്യഭോഗം. ആ ബിന്ദുവിനു താഴെ നശ്വരഭോഗം, അനശ്വരഭോഗം. അതിനടിയിൽ അനശ്വരതയും അതിനപ്പുറം സ്വാതന്ത്ര്യവുമുണ്ട്. കുരുക്കുകളുടെ ബന്ധനം ആ ബിന്ദുവിന് താഴെ മാത്രമാണ്. അതിനപ്പുറം ഒരു ബന്ധനവുമില്ല. ആഗ്രഹത്തോടെ മാത്രം പ്രവൃത്തികൾ ചെയ്യുന്നവർ ആ ബിന്ദുവിന് താഴെയാണ്. ആഗ്രഹമില്ലാതെ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുടെ ആനന്ദം അതിനപ്പുറമാണെന്ന് പറയപ്പെടുന്നു. ഗർഭപാത്രത്തെ ആരാധിക്കുന്നതിൽ സമർപ്പിതരായവർ അതിനടിയിലാണ്. ആഗ്രഹങ്ങളാൽ ബാധിക്കപ്പെടാത്ത ലിംഗചിഹ്നത്തിന്റെ ആരാധകർക്ക് അതിനപ്പുറം പോകാൻ കഴിയും. ശിവനെ ഒഴികെയുള്ള ദേവതകളെ ആരാധിക്കുന്നവർ അതിനടിയിലാണ്. ശിവഭക്തർക്ക് മാത്രമേ അതിനപ്പുറം പോകാൻ കഴിയൂ. കോടിക്കണക്കിന് ജീവന്മാർ ആ ബിന്ദുവിന് താഴെ താമസിക്കുന്നു. അതിനു മുകളിൽ ഒരു വലിയ കോട്ടമതിലുണ്ട്. ലൗകിക അസ്തിത്വത്താൽ ബന്ധിതരായ വ്യക്തികൾ ആ ബിന്ദുവിനു താഴെയാണ്. മുക്തരായവർ അതിനപ്പുറം പോകുന്നു. പ്രകൃതി വസ്തുക്കളെ ആരാധിക്കുന്നവർ അതിനടിയിലാണ്. പുരുഷന്റെ അസ്തിത്വത്തെ ആരാധിക്കുന്നവർ ആ ബിന്ദുവിനപ്പുറം പോകുന്നു. ശക്തിലിംഗം ആ ബിന്ദുവിനേക്കാൾ താഴെയാണ്, എന്നാൽ ശിവലിംഗം അതിനപ്പുറമാണ്. അവ്യക്തമായ ലിംഗം ആ ബിന്ദുവിന് താഴെയാണ്, എന്നാൽ പ്രകടമായത് അതിനപ്പുറമാണ്. സങ്കൽപ്പിതമായ ലിംഗം താഴെയും സങ്കൽപ്പിതമല്ലാത്തത് അതിനപ്പുറവുമാണ്. ബാഹ്യലിംഗം ആ ബിന്ദുവിന് താഴെയും ആന്തരിക ലിംഗം അതിനപ്പുറത്തുമാണ്. 112 വരുന്ന ശക്തിലോകങ്ങൾ ആ ബിന്ദുവിന് താഴെയാണ്. ബിന്ദുരൂപം ആ ബിന്ദുവിന് താഴെയാണ്. നാദരൂപം അതിനപ്പുറത്താണ്. കർമ്മലോകം ആ ബിന്ദുവിന് താഴെയാണ്. ജ്ഞാനലോകം അതിനപ്പുറത്താണ്. ആ ബിന്ദുവിനപ്പുറമുള്ള പ്രണാമം അഹങ്കാരത്തെയും അഹങ്കാരത്തെയും ശമിപ്പിക്കുന്നു. ജൻ എന്ന വാക്കിന്റെ അർത്ഥം ശൂന്യത എന്നാണ്. ന എന്നത് ഒരു നെഗറ്റീവ് കണികയാണ്. അതിനാൽ ജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം ശൂന്യതയെ തടയുന്നത് എന്നാണ്. മൂലകങ്ങളെ ആരാധിക്കുന്നവർ ആ ബിന്ദുവിനു താഴെയാണ്. ആത്മീയ കാര്യങ്ങളെ ആരാധിക്കുന്നവർ ആ ബിന്ദുവിനപ്പുറം പോകുന്നു. ആ മഹാലോകത്തിലെ വേദിഭാഗം, ബലിപീഠത്തിന്റെ ഭാഗം ആ ബിന്ദു വരെ മാത്രമാണ്. പ്രകൃതി മുതലായവയുടെ 8 സ്ഥിരീകരണവും വേദിയുടെ അവസാനത്തിലാണ്. ആചാരപരവും വേദപരവുമായ നടപടിക്രമം ഇതാണ്. സത്യം തുടങ്ങിയ ഗുണങ്ങളാൽ സമ്പന്നരും ശിവനെ ആരാധിക്കുന്നവരുമായ ആളുകൾ അധർമ്മമഹിഷയിൽ, തിന്മകളുടെ പോത്ത് ഇരിക്കുന്ന കാലചക്രത്തെ കടക്കുന്നു. അതിനപ്പുറം ബ്രഹ്മചര്യത്തിന്റെ രൂപത്തിലുള്ള പുണ്യത്തിന്റെ കാളയായ ശിവലോകന് മുന്നിലാണ്. അതിന് സത്യം മുതലായവയുടെ കാലുകളുണ്ട്. ധർമ്മത്തിന്റെ കാളയ്ക്ക് കൊമ്പുകൾക്ക് ക്ഷമയും ചെവികൾക്ക് സംയമനവും കണ്ണുകൾക്ക് വിശ്വാസവും ബുദ്ധിക്കും മനസ്സിനും വേണ്ടി നെടുവീർപ്പുമുണ്ട്. വേദമന്ത്രങ്ങളുടെ ശബ്ദത്താൽ അത് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. പുണ്യകർമ്മങ്ങളുടെ കാളകളെ കാരണങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായി മനസ്സിലാക്കണം. കാലാതീതൻ, അതായത് മഹേശ്വരൻ, പുണ്യകർമ്മങ്ങളുടെ കാളയെ നയിക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ എന്നിവരുടെ ആയുസ് ഒരു ദിവസമാണ്. അതിനപ്പുറം പകലും രാത്രിയുമില്ല, ജനനവും മരണവുമില്ല. സൂക്ഷ്മമൂലകങ്ങളിൽ നിന്ന് പരിണമിച്ച കാരണബ്രഹ്മത്തിന്റെ ബ്രഹ്മമാണ് കാരണം. കാരണസത്യത്തിൽ അവസാനിക്കുന്ന ലോകങ്ങൾ, ഗന്ധം മുതലായവ അതിനപ്പുറം സ്ഥിതി ചെയ്യുന്നു. ഈ 14 ലോകങ്ങളിലും സൂക്ഷ്മമായ ഗന്ധം മുതലായവ അതിന്റെ യഥാക്രമം രൂപം നൽകുന്നു. കാരണവിഷ്ണുവിന്റെ 14 ലോകങ്ങളും അവിടെ സ്ഥിതി ചെയ്യുന്നു. കരണരുദ്രന്റെ ലോകങ്ങൾ 28 ആണ്. കരണ ഈശയുടെ 56 ലോകങ്ങൾ അതിനുമപ്പുറമാണ്. ശിവൻ അംഗീകരിച്ച ബ്രഹ്മചര്യം അതിനപ്പുറമാണ്. 5 ആവരണങ്ങളുള്ള ജ്ഞാനകൈലാസത്തിൽ ശിവന്റെ പ്രാഥമിക ലിംഗം ശിവന്റെ പ്രാഥമിക ഊർജ്ജത്തിന്റെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് 5 മേഖലകളും 5 ബ്രഹ്മകലകളുമുണ്ട്. ഇതിനെ പരമാത്മാവായ ശിവാലയന്റെ വാസസ്ഥലം എന്ന് വിളിക്കുന്നു.
പരാശക്തിയുടെ സാന്നിധ്യത്തിൽ പരമേശ്വരൻ മാത്രമേ അവിടെ വസിക്കുന്നുള്ളൂ. സൃഷ്ടി, പരിപാലനം, മോചനം, അനുഗ്രഹം എന്നീ 5 പ്രവൃത്തികളുടെ നിർവഹണത്തിൽ അവൻ വൈദഗ്ധ്യമുള്ളവനാണ്. അവന്റെ ശരീരം അസ്തിത്വം, അറിവ്, ആനന്ദം എന്നിവയാണ്. അവൻ എപ്പോഴും ധ്യാനത്തിലാണ്. അവൻ എപ്പോഴും അനുഗ്രഹത്തിനായി ചായ്വുള്ളവനാണ്. അവൻ മയക്കത്തിന്റെ പോസിൽ ഇരിക്കുന്നു. അവൻ സ്വയം വിശ്രമിച്ചുകൊണ്ട് പ്രകാശിക്കുന്നു. പുണ്യകർമ്മങ്ങൾ, ധ്യാനം മുതലായവയിലൂടെ ക്രമേണ അവന്റെ ദർശനം സാധ്യമാകുന്നു. ദൈനംദിന ആചാരങ്ങളും ആരാധനകളും അനുഷ്ഠിക്കുന്നതിലൂടെ മനസ്സ് ശിവന്റെ പുണ്യകർമ്മങ്ങളിലേക്ക് തിരിച്ചുവിടപ്പെടുന്നു. അത് അനുഷ്ഠിക്കുന്നതിലൂടെ ശിവന്റെ ദർശനം ലഭിക്കുന്നു. അവന്റെ ദർശനത്തിൽ വരുന്നവർ തീർച്ചയായും മോചിതരാകുന്നു. ആത്മാവിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിന്റെ രൂപത്തിലാണ് മോചനം. അത് സ്വന്തം ആത്മാവിൽ ഒരു വിശ്രമവുമാണ്. അത് പുണ്യകർമ്മങ്ങൾ, തപസ്, ജപം, അറിവ്, ധ്യാനം, പുണ്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശിവന്റെ ദർശനത്തിലൂടെ വിശ്രമം ഉറപ്പുനൽകുന്നു. സൂര്യൻ തന്റെ രശ്മികൾ ഉപയോഗിച്ച് എല്ലാ മാലിന്യങ്ങളെയും അന്ധകാരത്തെയും നീക്കം ചെയ്യുന്നതുപോലെ കരുണാമയനായ ശിവൻ അജ്ഞതയെ ഇല്ലാതാക്കുന്നു. അജ്ഞത നീങ്ങുമ്പോൾ ശിവനെക്കുറിച്ചുള്ള അറിവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ശിവനെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിലൂടെ ഒരാൾക്ക് വിശ്രമം ലഭിക്കുന്നു. വിശ്രമം നേടുന്നതിലൂടെ അയാൾ സംതൃപ്തനാകുന്നു. വീണ്ടും 10 ലക്ഷം ജപങ്ങൾ കൊണ്ട് അവൻ ബ്രഹ്മലോകം നേടുന്നു. 10 ലക്ഷം ജപങ്ങൾ കൊണ്ട് അവൻ വിഷ്ണുലോകം നേടുന്നു. 10 ലക്ഷം ജപങ്ങൾ കൊണ്ട് അവൻ രുദ്രലോകം നേടുന്നു. 10 ലക്ഷം ജപങ്ങൾ കൊണ്ട് അവൻ ഈശ്വരലോകം നേടുന്നു. വീണ്ടും സമാനമായ ഒരു ഏകാഗ്രതയോടെ ജപം ചെയ്താൽ അയാൾ ശിവലോകത്തിലെ ആദ്യത്തേതായ കാലചക്രത്തെ പ്രാപിക്കുന്നു. കാലചക്രത്തിൽ 5 ചക്രങ്ങളുണ്ട്. ഒന്ന് മറ്റൊന്നിന് മുകളിലാണ്. കാഴ്ചയും മായയും ദൃഷ്ടിയും മോഹവും ബ്രഹ്മചക്രമാണ്. ആനന്ദവും മായയും ഭോഗവും മോഹവും വിഷ്ണുചക്രമാണ്. കോപവും മായയും കോപവും മോഹവും രൗദ്രചക്രമാണ്. വിപ്ലവം ബ്രഹ്മം ഈശ്വരചക്രമാണ്. അറിവും മായയും ജ്ഞാനവും മോഹവും ശിവചക്രമാണ്. അങ്ങനെ പണ്ഡിതന്മാർ 5 ചക്രങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ 10 കോടി ജപങ്ങൾ കൊണ്ട് അയാൾ കരണ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. വീണ്ടും 10 കോടി ജപങ്ങൾ കൊണ്ട് അയാൾ ആ ലോകത്തിന്റെ ഐശ്വര്യം പ്രാപിക്കുന്നു. അങ്ങനെ ക്രമേണ വിഷ്ണുലോകത്തെയും മറ്റ് ദേവന്മാരുടെ ലോകങ്ങളെയും അതുപോലെ ആ ലോകങ്ങളുടെ ഐശ്വര്യത്തെയും പ്രാപിച്ച് 105 കോടി തവണ കഠിനാധ്വാനം ചെയ്ത് 5ാം കവചത്തിന് പുറത്ത് ശിവലോകത്തെ പ്രാപിക്കുന്നു. അവിടെ ഒരു വെള്ളിവേദിയും മികച്ച ഒരു നദീതടവും തപസ്സുരൂപത്തിലുള്ള ഒരു കാളയുമുണ്ട്. 5ാമത്തെ ആവരണം സത്യോജാതന്റെ ശിവന്റെ ഒരു രൂപം മികച്ച സ്ഥാനമാണ്. 4ാമത്തേത് വാമദേവന്റെ സ്ഥാനമാണ്. 3ാമത്തേത് അഘോരന്റെ വാസസ്ഥലമാണ്. 2ാമത്തേത് സാംബ പുരുഷന്റെ വാസസ്ഥലമാണ്. ആദ്യത്തേത് ഈശാനയുടെ വാസസ്ഥലമാണ്. 5ാമത്തേത് ധ്യാനത്തിന്റെ പുണ്യം സ്ഥലമാണ്. പൂർണ്ണമായ അമൃതം മരണം. അമൃത് നൽകുന്ന സ്ഥലമാണ് ബലിനാഥന്റെ വാസസ്ഥലം. അതിനുശേഷം ചന്ദ്രശേഖരന്റെ ശിവന്റെ ഒരു രൂപം വിഗ്രഹത്തോടുകൂടിയ 4ാമത്തെ മണ്ഡപം. സോമസ്കന്ദന്റെ വാസസ്ഥലം 3ാമത്തെ മണ്ഡപമാണ്. 2ാമത്തെ മണ്ഡപം നൃത്യമണ്ഡപമാണെന്ന് വിശ്വാസികൾ പറയുന്നു. ആദ്യത്തെ മണ്ഡപം മൂലമായയുടെ പ്രാഥമിക ബ്രഹ്മം വാസസ്ഥലമാണ്. അത് വളരെ ശുഭകരമാണ്. അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിനപ്പുറം ശിവന്റെ ലിംഗരൂപമായ ശിവന്റെ പുണ്യസ്ഥലമായ ശ്രീകോവിലുണ്ട്. നന്ദിയുടെ പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ശിവന്റെ ശക്തി ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നന്ദീശ്വരൻ പുറത്തിരുന്ന് പഞ്ചാക്ഷര മന്ത്രം ചൊല്ലുന്നു. ഈ അറിവ് ഗുരുക്കന്മാരിൽ നിന്ന് വന്നതാണ്. എനിക്കത് നന്ദിശനിൽ നിന്നാണ് ലഭിച്ചത്. ഇതിനപ്പുറം അതിൽ നിന്ന് അനുമാനിക്കണം. അത് യഥാർത്ഥത്തിൽ ശിവന് മാത്രമേ അനുഭവപ്പെടൂ. ശിവലോകത്തിന്റെ പൂർണ്ണമായ മഹത്വവും ഏതൊരാൾക്കും അറിയാൻ കഴിയുന്നത് ശിവന്റെ കാരുണ്യം കൊണ്ടാണെന്നും മറ്റുവിധത്തിൽ അത് അറിയാൻ കഴിയില്ലെന്നും വിശ്വാസികൾ പറയുന്നു. ഇങ്ങനെയാണ് നിയന്ത്രിത ഇന്ദ്രിയങ്ങളുള്ള ബ്രാഹ്മണർ ക്രമേണ മുക്തരാകുന്നത്. മറ്റു ചില സന്ദർഭങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പ്രക്രിയ പറഞ്ഞുതരാം. ദയവായി ശ്രദ്ധയോടെ കേൾക്കുക. ബ്രാഹ്മണ സ്ത്രീകൾ ഒരു ഗുരുവിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ച് അവസാനം നമഃ ജപം നടത്തണം. അവരുടെ ദീർഘായുസ്സിനായി അവർ 5 ലക്ഷം തവണ 5 അക്ഷര മന്ത്രം ജപിക്കണം. അതാണ് നിയമം. ക്ഷത്രിയൻ ക്ഷത്രത്വം ഇല്ലാതാക്കാൻ മന്ത്രം 500,000 തവണ ചൊല്ലണം. 5 ലക്ഷം തവണ കൂടി ആവർത്തിച്ചാൽ അയാൾക്ക് ബ്രാഹ്മണനാകാൻ കഴിയും. മന്ത്രസിദ്ധിക്ക് ശേഷം അയാൾ ക്രമേണ മുക്തനാകും. ഒരു വൈശ്യൻ 5 ലക്ഷം ജപങ്ങളാൽ വൈശ്യത്വത്തെ ഇല്ലാതാക്കുന്നു. പിന്നെ അയാൾ 5 ലക്ഷം തവണ ആവർത്തിച്ച് മന്ത്രക്ഷത്രിയനാകുന്നു. പിന്നീട് 5 ലക്ഷം ജപങ്ങൾ കൊണ്ട് ക്ഷത്രത്വത്തെ ഇല്ലാതാക്കുന്നു. പിന്നീട് 500 ലക്ഷം തവണ മന്ത്രം ഉരുവിടുന്നതിലൂടെ അയാൾ ഒരു മന്ത്രബ്രാഹ്മണനാകുന്നു. 25 ലക്ഷം തവണ നമഃ എന്ന മന്ത്രം ഉരുവിടുന്ന ശൂദ്രൻ മന്ത്രബ്രാഹ്മണനും മോചനത്തിന് പര്യാപ്തവുമായ ശ്രുതിയായിത്തീരുന്നു. പുരുഷനോ സ്ത്രീയോ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവരോ മറ്റോ ആയ ഒരാൾ രോഗിയാണെങ്കിൽ അവൻ തുടക്കത്തിലോ അവസാനത്തിലോ നമഃ എന്ന മന്ത്രം ഉരുവിടണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗുരു അവരെ ശരിയായ ക്രമത്തിൽ പഠിപ്പിക്കണം. ഓരോ 5 ലക്ഷം ജപങ്ങളുടെയും അവസാനം സാധകൻ മഹാഭിഷേകവും നൈവേദ്യവും അനുഷ്ഠിക്കണം. ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി അവൻ ശിവഭക്തരെ ആരാധിക്കും. ഭക്തന്റെ ആരാധനയിൽ ശിവൻ ആനന്ദിക്കുന്നു. ശിവനും ശിവഭക്തനും തമ്മിൽ വ്യത്യാസമില്ല. അവൻ തന്നെയാണ് ശിവൻ.
മന്ത്രം ശിവന്റെ സ്വഭാവമാണ്. മന്ത്രം മുറുകെ പിടിക്കുന്നതിലൂടെ ഭക്തന്റെ ഭൗതിക ശരീരം ശിവനുമായി താതാത്മ്യം പ്രാപിക്കുന്നു. ശിവഭക്തർക്ക് എല്ലാ ആചാരങ്ങളും അറിയാം, വേദ ആചാരങ്ങളും മാത്രമല്ല. ഒരു സാധകൻ എത്രത്തോളം ശിവമന്ത്രം ജപിക്കുന്നുവോ അത്രത്തോളം അവന്റെ ശരീരത്തിൽ ശിവന്റെ സാന്നിധ്യം വർദ്ധിക്കും. ശിവഭക്തയായ സ്ത്രീക്ക് ദേവിയുടെ പ്രതീകം ഏകാഗ്രതയുടെ രൂപമായിരിക്കും. മന്ത്രം ആവർത്തിച്ച് ജപിക്കുന്നിടത്തോളം കാലം ദേവിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ശിവനെ ആരാധിക്കുന്ന ബുദ്ധിമാനായ പുരുഷൻ നാമത്തിനും രൂപത്തിനും യോഗ്യനാകുന്നു. ശിവനായി മാറിയാലും അഭിലാഷം പ്രകടിപ്പിക്കുന്നയാൾ പരയെ ആരാധിക്കണം. ശിവന്റെ രൂപവും ലിംഗരൂപവുമായ ശക്തിയെ കുറ്റമറ്റ രീതിയിൽ പ്രതിമകൾ നിർമ്മിച്ച് ആരാധിക്കണം. അവൻ ലിംഗരൂപത്തെ ശിവനായും തന്നെത്തന്നെ ശക്തിയായും കണക്കാക്കണം, അല്ലെങ്കിൽ ശക്തിലിംഗത്തെ ദേവതയായും തന്നെത്തന്നെ ശിവനായും കണക്കാക്കണം, അല്ലെങ്കിൽ നാദരൂപത്തിലുള്ള ശിവലിംഗത്തെയും ബിന്ദുവിന്റെ രൂപത്തിലുള്ള ശക്തിയെയും കണക്കാക്കി പ്രാഥമിക അല്ലെങ്കിൽ ദ്വിതീയ സ്വഭാവം നൽകണം, അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചുചേർന്നതായി കണക്കാക്കണം. ഉപാസ്തതിയുടെ രൂപം എന്തുതന്നെയായാലും അവൻ ശിവനെയും ശക്തിയെയും ആരാധിക്കണം. തന്റെ അടിസ്ഥാന സാക്ഷാത്കാരത്തിന്റെ ബലത്തിൽ അവൻ ശിവനാകും. 16 രൂപത്തിലുള്ള സേവനവും ആദരവും ഉപയോഗിച്ച് ശിവന്റെ മന്ത്രം വ്യക്തിപരമോ ശിവനുമായി സാമ്യമുള്ളതോ ആയ ശിവഭക്തരെയാണ് അവൻ ആരാധിക്കുന്നത്. അതുവഴി അവൻ ആഗ്രഹിക്കുന്നതെന്തും നേടും. ശിവൻ അവനിൽ വളരെയധികം സംപ്രീതനായാൽ അവന്റെ സംതൃപ്തിക്ക് വഴങ്ങും. ധനം, ശരീരം, മന്ത്രം, ഗർഭധാരണം എന്നിവയെക്കുറിച്ചൊന്നും വഞ്ചിക്കപ്പെടാതെ ഭാര്യയോടൊപ്പം 5, 10, 100 ദമ്പതികളായ ശിവഭക്തരെ ഭക്ഷണം നൽകി തൃപ്തിപ്പെടുത്തുകയും മറ്റ് സേവനങ്ങൾ നൽകുകയും വേണം. അവൻ ശിവന്റെയും ശക്തിയുടെയും രൂപം സ്വീകരിക്കും, വീണ്ടും ജനിക്കില്ല. പൊക്കിളിന് തൊട്ടുതാഴെ ബ്രഹ്മാവിന്റെ ഭാഗം, കക്ഷം വിഷ്ണുവിന്റെയും മുഖം ശിവഭക്തന്റെ ശരീരത്തിലെ ലിംഗത്തിന്റെയും ഭാഗം ആകുന്നതുവരെ. ആരെങ്കിലും മരിച്ചാൽ ഗൃഹസ്ഥൻ ആദിപിതാവായ ശിവനെയും ആദിമാതാവായ ശിവനെയും ശിവഭക്തരെയും ആരാധിക്കണം. അതുവഴി മൃതദേഹം ശരിയായി ദഹിപ്പിച്ചാലും ഇല്ലെങ്കിലും മരിച്ചയാൾ മാനസലോകത്തേക്ക് പോകുകയും ക്രമേണ മോക്ഷം നേടുകയും ചെയ്യും. തപസ്സുള്ള ഒരു വ്യക്തി ആചാരങ്ങളുള്ള 10 വ്യക്തികളെക്കാൾ വളരെ മികച്ചവനാണ്. ജപസമ്പന്നനായ ഒരാൾ തപസ്സുള്ള 100 പേരെക്കാൾ ശ്രേഷ്ഠനാണ്. ശിവജ്ഞാനമുള്ള ഒരാൾ ജപസമ്പന്നനായ 1000 പേരെക്കാൾ ശ്രേഷ്ഠനാണ്. ധ്യാനസമ്പന്നനായ ഒരാൾ ശിവജ്ഞാനമുള്ള 1,00,000 പേരെക്കാൾ ശ്രേഷ്ഠനാണ്. മയക്കശക്തിയുള്ള ഒരു വ്യക്തി ധ്യാനിക്കുന്ന 1 കോടി ആളുകളെക്കാൾ ശ്രേഷ്ഠനാണ്. രണ്ടാമത്തേത് ആദ്യത്തേതിനേക്കാൾ ശ്രേഷ്ഠമായതിനാൽ അവരെ ആരാധനയ്ക്കായി തിരഞ്ഞെടുക്കും. വിവേകമുള്ള വ്യക്തികൾക്ക് പോലും പ്രയോജനത്തിന്റെ ശ്രേഷ്ഠത പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന് ശിവഭക്തന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. ശിവഭക്തന്റെ ആരാധന ശിവന്റെയും ശക്തിയുടെയും ആരാധനയ്ക്ക് തുല്യമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നവൻ ശിവനായി ശിവനെ പ്രാപിക്കുന്നു. വേദവിധികളോട് യോജിക്കുന്ന ഈ സുപ്രധാന അധ്യായം വായിക്കുന്നവൻ ശിവജ്ഞാന സമ്പന്നനായ ഒരു ബ്രാഹ്മണനാകുകയും ശിവന്റെ സഹവാസത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹേ പണ്ഡിതരായ ഋഷിമാരെ, പ്രത്യേക കാര്യങ്ങൾ അറിയുന്ന ഒരാൾ അവ ശിവഭക്തർക്ക് പറഞ്ഞുകൊടുക്കണം. ശിവന്റെ അനുഗ്രഹത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടും. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.